ഇഷ്ടമായോ പാറു? അടിപൊളി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. ഇപ്പം സമയം 1:30 നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ സമയം തൊട്ടിട്ടുള്ളതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. രാവിലെ ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു, അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്താണെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ലഞ്ച് ചോറുണ്ട്, പിന്നെ ഇതാ പരിപ്പ് കൂട്ടാനുണ്ട് കേട്ടോ. പിന്നെ വഴുതനങ്ങ തോരൻ ഉണ്ടാക്കിയതാണേ. വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ? ഞാൻ രണ്ടും ഉണ്ടാക്കും കേട്ടോ. മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ കാണിച്ചില്ലേ മട്ടൻ കറി, അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടെ ഉച്ചയ്ക്ക് എടുത്തു. പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. നമുക്കിന്ന് എന്തൊക്കെയാണ് ഊണിന്ന് എല്ലാവരും കണ്ടില്ലേ. നമ്മൾ കഴിക്കാൻ പോവാണ്. പാറുമ്മയ്ക്ക് ആദ്യം കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കണം. അവളിപ്പോൾ തന്നെ ഇരുന്ന് കഴിക്കില്ല, തൈരും ചോറുവാണെങ്കിലേ കഴിക്കില്ല. അപ്പോൾ ഞാനിന്ന് ഇത്തിരി പരിപ്പ് കറി ഉള്ളതുകൊണ്ടും പരിപ്പും ചോറും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ദിവസവും തൈരല്ല കഴിക്കണേ. അങ്ങനെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറയാം കേട്ടോ. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ചെന്നൈയിലാട്ടോ. എൻ്റെ പേര് നീതു എന്നാണ്. കുറേ പേർക്ക് അറിയാൻ പറ്റും, കുറേ പേർക്ക് അറിയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മോള് പാർവണ, ഹസ്ബൻഡ് ഷൈജു. അപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ ഇവിടെ. അച്ഛനും അമ്മേൻ്റെ നാട്ടിലാണ്. അങ്ങനെ ഇവിടെ ചെന്നൈ ലൈഫാണിത്. ചെന്നൈയിൽ ഇപ്പം ഷൈജനം വന്നിട്ട് ഒരുപാട് നാളായി. ഞങ്ങൾ വന്നിട്ടിപ്പം 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ചെന്നൈ കണ്ട് മുഴുവൻ തീർന്നിട്ടില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളും ഇങ്ങനെ എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെന്നൈ അത്യാവശ്യം വലിയ സിറ്റിയാണല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചെന്നൈ ലൈഫാട്ടോ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൂടുതലും ഇവിടുത്തെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഉള്ളിലെ ജീവിതവും, പിന്നെ എന്താ പുറത്ത് നമ്മൾ വീക്കെൻഡിൽ പോകുമ്പോഴുള്ള നമ്മുടെ സന്തോഷവും, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കാനും ഉദ്ദേശിക്കുന്നത് കേട്ടോ. എൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ എന്താ പറയുക, ഒരുപാട് കമൻസ് ഒന്നും കിട്ടാറില്ല. ഉള്ള കമൻസിൽ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് അതിനൊരു റിപ്ലൈ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാം. എനിക്ക് ഭയങ്കര സംസാരിക്കാനായിട്ട് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണതും. അപ്പോൾ അധികമായിട്ട് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും പാറു പെട്ടെന്ന് എഴുന്നേറ്റ് കരയുന്ന ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ പിന്നെ ഇതെല്ലാം ഓഫാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ടാണ്. അപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. പെട്ടെന്ന് എഴുന്നേറ്റ് കരഞ്ഞതാണ്. പിന്നെ കുറച്ച് നേരം എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ കൊണ്ടൊക്കെ എടുത്തത്. അപ്പോൾ അതാ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സമയമായി. പിന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ ഷൈചേട്ടൻ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നതിൽ കുറച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ചായ ഉണ്ടാക്കി ഞങ്ങൾ 2 പേരും കൂടെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ പാറുവിന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സ്നാക്സ് എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ, മക്കാന, ലോട്ടസ് സീഡ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അവൾ എഴുന്നേൽക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ഇത്തിരി വിശപ്പുണ്ടാവും ആൾക്ക്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യും. പിന്നെ അത് നോക്കാം കേട്ടോ. അങ്ങനെ സ്റ്റൗ കത്തിച്ച് ഒരു കട്ടിയുള്ള ഒരു ഇത് വെക്കണം കേട്ടോ, കടായി വെക്കണേ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് മക്കാന വാങ്ങിക്കാൻ കിട്ടണേ. ഞാനെപ്പോഴും ഡിമാർട്ടിൽ പോകുമ്പോഴാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. ഇത് അതിന് തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇത് അത്യാവശ്യം ഹെൽത്തിയുമാണ് ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ പാറുവിനാണ് ഇത് കൂടുതൽ കൊടുക്കുക. ഞങ്ങൾ കഴിക്കും എന്നല്ലേ ഉള്ളൂ. പാറുവിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ
കുറച്ച് ബട്ടറും കൂടെയൊക്കെ ആഡ് ഇട്ടിട്ടാണ് ഉണ്ടാക്കണേ. ഇതുപോലെ ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധക്കുറവും കൊണ്ടാട്ടോ ഈ ചിലതൊക്കെ ഇങ്ങനെ ഒരു കളർ മാറിയിട്ടുള്ളത്. അതൊരിച്ചിരി തീ കൂടിപ്പോയായിരുന്നു, പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല അത്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോരും. അത് കഴിഞ്ഞ് കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. ബട്ടർ നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേ എല്ലാത്തിലും ബട്ടർ ശരിക്ക് മെൽറ്റായി പിടിക്കുകയുള്ളൂ. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. ഞാൻ പാറുവിനായതുകൊണ്ട് വലിയ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വളരെ കുറച്ചൊരു നുള്ളുപ്പ് ഞാൻ ഇട്ടിട്ടുള്ളൂ. 2 നുള്ളുപ്പ് ഇട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി തൂവി കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മഖാന റെഡി ആയിട്ടോ. ഈ മഞ്ഞൾപ്പൊടി ഇടാതെയുള്ള ടേസ്റ്റും ഇട്ടുള്ള ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. നമുക്കൊരു പ്രത്യേക ഫ്ലേവർ ഫീൽ ചെയ്യും. നമ്മൾക്ക് വലിയ ആൾക്കാർക്ക് കഴിക്കാനാണെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മുളക് പൊടിയും വേണമെങ്കിൽ തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മഖാന റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആട്ടോ. ഇത് വെന്തിട്ടുണ്ടോ, അതായത് നന്നായിട്ട് ആയിട്ടുണ്ടോ എന്നറിയാൻ നമ്മളിങ്ങനെ നെക്കുമ്പോഴേക്കും അങ്ങോട്ട് പൊടിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പാകത്തിന് എടുക്കണം. ഇത് നമ്മുടെ പിറ്റേ ദിവസമായി. അപ്പോൾ അന്ന് ഞാൻ അത്രയും വ്ളോഗ്സൊക്കെ എടുത്തുള്ളൂ. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ പിറ്റേ ദിവസമായിട്ടാ ഞാൻ എഴുന്നേറ്റു. അടുക്കളയിലേക്ക് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒന്നുമല്ല, ഇഞ്ചി വെള്ളം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും കുടിക്കാറൊന്നുമില്ല, ഞാനൊരു തുടക്കം നല്ല രീതിയിൽ ചെയ്യുവാണേ. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ വെയിറ്റ് അങ്ങ് കൂടും. അപ്പോൾ അതിൻ്റെ സ്വബോധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കൺട്രോളിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ ഓട്സാണ് കഴിച്ചത്. അപ്പം ഓട്സ് എനിക്ക് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. ഒരു 7:30 ആകുമ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ ഓട്സ് കഴിച്ചാൽ പിന്നെ എനിക്ക് വിശക്കില്ല കേട്ടോ. അപ്പോൾ വിശന്ന് കഴിയുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ പലതും കഴിക്കാനുള്ള ടെംപ്റ്റേഷൻ വരണേ. ഒരു ചായ വെച്ചിട്ടുണ്ട്. കുക്കറിൽ നമ്മുടെ പൊട്ടറ്റോ വെന്തു, ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കുക. ഇനി അത് കറിയാക്കണം. ഇതിൽ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചേക്കാം. അപ്പോൾ പരത്താറായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. ഞാനൊരു സൂത്രം കാണിച്ചു തരാം, നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് പറയണം കേട്ടോ. ഞാൻ ഈ കാസറോളിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണതാണ് സാധാരണ. എല്ലാത്തിൻ്റെ കൂടെ ഉണ്ടാവില്ല, ചിലതിൻ്റെയൊക്കെ കൂടെ കിട്ടാറുണ്ട്. അതായത് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും പാത്രം വെച്ച് ഉള്ളിൽ വെച്ച് വേവിക്കുകയൊക്കെ നമ്മൾ ചെയ്യില്ലേ, വേറെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ എന്തെങ്കിലും ഇട്ട് വേവിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ടൈപ്പ് ഒരു പാത്രമാണ്. ആ പാത്രം ഇങ്ങനെ ഹോളുള്ളതാണ്. അപ്പോൾ അത് താഴെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിയിലിരിക്കുന്ന ചപ്പാത്തി ഉണ്ടല്ലോ, അതിങ്ങനെ നനഞ്ഞ മാതിരി ആവില്ല, അങ്ങനെ ആവില്ല. നല്ലൊരു ഇതായിട്ട് തന്നെ ഇരിക്കും. മുകളിലത്തെ ചപ്പാത്തി എങ്ങനെയാണോ അതുപോലെ തന്നെ താഴെയും ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ ചപ്പാത്തി ബൗൾ എന്ന് പറഞ്ഞാൽ മാത്രം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലും ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കുകയല്ലോ അവർ. അപ്പോൾ അവിടങ്ങളിലുള്ള ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇതുപോലൊരു സംഭവം കേട്ടോ. അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ വീട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ മസാല കേട്ടോ. ഈ മസാല എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ, ഞാൻ തീരെ മസാല ഇല്ലാണ്ട് കേട്ടോ ഈ കറി ഉണ്ടാക്കണേ. ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കുറച്ച് മല്ലിയിലയും കൊണ്ട് തൂക്കി കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ, അല്ല സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറി റെഡിയായി. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പാറു നല്ല ഉറക്കമായിരുന്നു, എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എഴുന്നേറ്റ് പോയപ്പോൾ അവളുടെ കാലിരിക്കുന്നിടത്തായിരുന്നു അവളുടെ തല. ചുറ്റി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. മൊത്തം പില്ലോ വെച്ചിട്ടാട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണേ. എന്തായാലും അവൾ കിടന്ന് നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റു, ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പം ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു. ചപ്പാത്തിയും പൊട്ടറ്റോ കറി തന്നെയാട്ടോ കഴിക്കണേ. അപ്പോൾ
അതിന് മുന്നേ 2 നട്ട്സ് ചോദിച്ചപ്പം ഞാൻ കൊടുത്തായിരുന്നു. കൈയൊക്കെ മാറ്റിയ താടിന്ന്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇഷ്ടമാണത്. അങ്ങനെ ഞാൻ കഴിക്കുന്നു പറയുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇരിക്കണേ. ചപ്പാത്തിക്ക് പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ അങ്ങനെ കൊടുത്തു തുടങ്ങുമ്പോഴേക്കും അവരതിനോട് നന്നായിട്ട് യൂസ്ഡ് ആയിക്കോളൂ കേട്ടോ. അധികം എരിവൊന്നും ഇല്ലാതെ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് അത്ര എരിവിൽ അല്ലാതെ എടുത്താൽ മതി. അപ്പോൾ പിള്ളേർക്കും കൂടെ അത് കൊടുക്കാൻ പറ്റും. അത് സെപ്പറേറ്റ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മളും അപ്പോൾ അധികം എരിവ് കഴിക്കില്ല. അതും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നണേ. അങ്ങനെ കറിയിൽ മുക്കി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യും കേട്ടോ, നാവിൽ വെച്ചിട്ട്. എന്നിട്ട് ആ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമായെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവൾക്ക് എത്ര കഴിച്ച് ശീലമുള്ള സാധനങ്ങളാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കഴിക്കുകയുള്ളൂ കേട്ടോ. ഇഷ്ടമായോ പാറു? അടിപൊളി, സൂപ്പറാണോ പാറു? ആഹാ. അങ്ങനെ പാറുവിൻ്റെ കോംപ്ലിമെൻ്റ് ഒക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആളിങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളോടിങ്ങനെ പറയും, എക്സ്പ്രസ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഷൈചേട്ടൻ ഒരു മൂവിക്ക് പോയേക്കോട്ടോ, മമ്മൂട്ടിയുടെ പുതിയ മൂവിയില്ലേ ഭ്രമയുഗം, അത് കാണാൻ വേണ്ടിയിട്ട് പോയേക്കോ. പാറുവിനെയും കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ തിയേറ്ററിൽ പോകാറില്ല. നാട്ടിൽ പോകുമ്പോഴാണ് ഞാൻ തിയേറ്ററിൽ പോകാട്ടോ, അച്ഛനെ അമ്മനെ ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ അവളെ. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നാളെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.